ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രവിയുടെ ഓപ്പറേഷൻ വളരെയേറെ വിജയകരമായിട്ട് തന്നെ സക്സസ് ആയിരിക്കുകയാണ്. അപ്പോൾ സച്ചിയോടും അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരോടും പറയുകയാണ് ഡോക്ടർ, ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല, പണ്ടത്തെ പോലെ അല്ലെങ്കിൽ പണ്ടത്തിനേക്കാളും കൂടുതൽ തുള്ളിച്ചാടി തന്നെ നടക്കാം, ഒരു കാരണവശാലും പേടിക്കണ്ട, രവി നല്ല ഇപ്പോൾ ആരോഗ്യവനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറിൻ്റെ കൈ പിടിച്ചിട്ട് നന്ദി പറയുകയാണ് നമ്മുടെ സച്ചി. അതിനുശേഷം എന്തിനാടോ ഇങ്ങനെ ഒരുപാട് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഇനിയിപ്പോൾ സന്തോഷിക്കേണ്ട ആവശ്യമാണ്, നന്ദിയും പറയേണ്ട ആവശ്യമില്ല, താൻ ബാധി ദൈവം ബാധി എന്നല്ലേ. ദേ, ഞങ്ങളുടെ കടമ ഞങ്ങൾ ചെയ്തു, പിന്നെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളത് മുഴുവനും പ്രാർത്ഥിക്കുകയും ചെയ്തു, നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവം കേട്ടു, അദ്ദേഹത്തിന് ഇപ്പം യാതൊരു കുഴപ്പമില്ല. പിന്നെ സച്ചി, നിങ്ങളെ പോലുള്ള മക്കളുണ്ടെങ്കിൽ പിന്നെ എന്തിന് പേടിക്കണോ അദ്ദേഹം? ദേ, ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ചില ആൾക്കാരുടെ ആ ഒരു രീതി മനസ്സിലാവുന്നത്, എത്രമാത്രം ഓപ്പറേഷൻ രോഗിയോട് എത്രമാത്രം ഇവർക്കൊക്കെ സ്നേഹമുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത് സച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെയും ശ്രുതിയുടെയും കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. അവിടെ ചന്ദ്രയും അതേപോലെ തന്നെ ശ്രുതിയൊന്നും വന്നിട്ടില്ല. രേവതി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. രേവതിക്കാണെങ്കിൽ ആകെ സങ്കടവും സഹിക്കാൻ പറ്റുന്നില്ല, അച്ഛനൊരു നോക്ക് കാണാനായിട്ട് പറ്റുന്നില്ലല്ലോ. അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കും ആകെ സങ്കടം തോന്നുന്നു. അപ്പോൾ ഡോക്ടർ പറയാണ്, നിങ്ങളെപ്പോലുള്ള മക്കളെ കിട്ടിയതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം. കണ്ടില്ലേ, കണ്ണീരൊലിപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുന്നത്. അതാടോ ആത്മാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. ചിലവരൊക്കെയുണ്ട് ഓപ്പറേഷനെങ്കിൽ ഓപ്പറേഷൻ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് കളിച്ച് ചിരിച്ച് രസിച്ച് അങ്ങോട്ട് നടക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജീവൻ കുഴപ്പമുണ്ടോ കുഴപ്പമില്ലേ എന്ന് പോലും ആരും ചിന്തിക്കാറില്ലടോ. ഏതായാലും നന്നായി വരട്ടെ നിങ്ങളെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഡോക്ടർ പോവുകയാണ്. അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴേക്ക് ഈ അങ്കിള് വന്ന്, സച്ചി മോനെ നിനക്കിപ്പോൾ സന്തോഷമായില്ലേ? സന്തോഷമായോന്ന് അങ്കിളെ? ഒരുപാട് സന്തോഷമായി അങ്കിളെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ സുധിയും ഒന്ന് നോക്കുകയാണ് നമ്മുടെ സച്ചി ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രവിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കിയാണ്. ഇനി വാർഡിലേക്ക് മാറ്റിയാൽ മതിയല്ലോ. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കി വാർഡിലേക്ക് മാറ്റാനുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും എടുക്കുകയാണ്. അങ്ങനെ രവിയെയും കൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് കാണണമെന്ന് ഭയങ്കര ആകാംക്ഷ. പക്ഷേ സച്ചിയുടെ അടുത്തെങ്ങാനും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളോന്ന് ശരിക്കും അറിയാം. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് വാർഡിലേക്ക്, അതായത് റൂമിലേക്ക് മാറ്റുകയാണ്. റൂമിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ മോനെ? കുഴപ്പമില്ല അങ്കിളെ, എനിക്കിപ്പോഴാണ് സന്തോഷവും സമാധാനം ഒക്കെ ആയത്. ഇനി എനിക്ക് ഒന്നിനെക്കുറിച്ചും പേടിക്കാനില്ല, എൻ്റെ അച്ഛനിപ്പോൾ ഒരു ആപത്തും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ രവി ആണെങ്കിൽ കണ്ണു തുറക്കാതെ കണ്ണും മൂടി ഇങ്ങനെ ഇരിക്കുകയാണ്, കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് സച്ചി ആണെങ്കിൽ അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുകയും ചെയ്യണം. എന്തിനാടാ നീ എന്തിനിപ്പോൾ അച്ഛനെ വിളിക്കുന്നത്? അല്ല അങ്കിളെ, ഇതുവരെയായിട്ടും അച്ഛൻ കണ്ണു തുറന്നില്ലല്ലോ. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ, സഡേഷനിലാണ്, അച്ഛൻ നന്നായിട്ട് മയങ്ങട്ടെ, അതിനുശേഷം അച്ഛൻ കണ്ണു തുറന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം, അതേപോലെ തന്നെ രവിക്കും ഒരുപാട് സന്തോഷം. എന്താ അതൊക്കെ പോരെ? മതി, എൻ്റെ അച്ഛനിപ്പോൾ ഒരു ആപത്തും ഇല്ലല്ലോ. അത് തന്നെയാണ് മനസ്സിന് വളരെയേറെ ആശ്വാസം തരുന്ന കാര്യങ്ങൾ അങ്കിളെ. എനിക്കിപ്പോൾ സന്തോഷം. അപ്പോൾ നമ്മുടെ സച്ചി ഒന്ന് രവിയുടെ തലയിൽ ഇങ്ങനെ തലോടുകയാണ്. അങ്ങനെ സച്ചി പല ആവശ്യങ്ങൾക്ക് വേണ്ടി, ശരി ഞാനൊന്ന് പോയിട്ട് വരട്ടെ, പുറത്തേക്ക് പോയിട്ട് വരട്ടെ, ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളിവിടെ ഉണ്ടാവണം കേട്ടോ. എടാ സുധി, അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. ശരിയടാ, ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങൾ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതി നിൽക്കുന്നു. രേവതി അങ്ങോട്ട് വരികയായിരുന്നു. സച്ചിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ദൈവം സച്ചിയേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഒളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സച്ചി പോയി കഴിഞ്ഞപ്പോഴേക്കാണ് സമാധാനമായത്. അങ്ങനെ നമ്മുടെ സുധിയും രവിയെ ഇങ്ങനെ ഒന്ന് തലോടിക്കൊണ്ടിരിക്കുമ്പോൾ നേഴ്സ് വന്നിട്ട് പറയുകയാണ്, അതെ ഈ ഇഞ്ചക്ഷനൊക്കെ ഒന്ന് മേടിക്കണം കേട്ടോ, നിങ്ങൾ പെട്ടെന്ന് മേടിച്ചിട്ട് വാ, ഇതേതായാലും ഈ ഇഞ്ചക്ഷൻ ഇവിടെയൊന്നും ഇല്ല, പുറത്തു പോയി തന്നെ മേടിക്കണം എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുധിയാണെങ്കിൽ, ശരി അങ്കിളെ, ഞാൻ എന്നാൽ മെഡിസിൻ മേടിച്ചിട്ട് വരട്ടെ, അങ്കിൾ ഇവിടെ തന്നെ ഉണ്ടാവണേ, അച്ഛനടുത്ത് നിന്ന് എങ്ങും പോവല്ലേ? ഇല്ല, ഞാൻ എങ്ങും പോവില്ല, പോയിട്ട് വാ എന്നും പറഞ്ഞ് സുധിയും പോവുകയാണ്. സുധിയും കണ്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതി ഒളിച്ച് നിൽക്കുകയാണ്. സുധി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി പതിയെ ഒന്ന് നോക്കിയാണ്. അപ്പോഴാണ് ഈ അങ്കിൾക്കൊരു കോള് വരുന്നത്.
കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് രോഗിയുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി ഈ അങ്കിളിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ആ മോളെ രേവതി, നീ ഇവിടെ ഉണ്ടായിരുന്നു മോളെ എന്ന് അങ്കിൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അങ്കിളെ, എനിക്കിവിടെ നിന്ന് പോകാനായിട്ട് കഴിയില്ല അങ്കിളെ. ഞാൻ അച്ഛനെ കാണാനായിട്ട് പല പ്രാവശ്യം വന്നായിരുന്നു അങ്കിളെ, പക്ഷേ ഇവരാരും കാണാനായിട്ട് സമ്മതിച്ചില്ല അങ്കിളെ. എനിക്ക് വല്ലാതെ ടെൻഷൻ തോന്നുന്നു അങ്കിളെ. എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കാണണം. മോളെ, നീ എന്നാലും എന്തിനാ മോളെ ഇങ്ങനൊരു കാര്യത്തിന് കൂട്ടു നിന്നത്? അതുകൊണ്ടല്ലേ എല്ലാവരും നിന്നെ അടിച്ച് പുറത്താക്കിയത്. നീ എന്തിനാ ശ്രീകാന്ത് കാണിച്ച ആ ഒരു കാര്യത്തിന് നീ കൂട്ടുന്നെന്തിനാ? ഇല്ലങ്ങളെ, ഒരിക്കലും ഇല്ലങ്ങളെ. ഞാൻ അവനെ കൂട്ടുനിന്നല്ല. അവൻ്റെ കല്യാണം നടന്നു പോലും അവൻ എന്നോട് പറഞ്ഞിട്ട് പോലുമില്ല. അവൻ എന്നെ അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടു പോയി. എന്നിട്ട് ആ പെണ്ണിനോട് സംസാരിക്കണമെന്നാണ് അവനോട് പറഞ്ഞത്. അതേപോലെ തന്നെ അനുസരിക്കുകയും ചെയ്തു. എന്നിട്ട് അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അമ്പലത്തിൻ്റെ പുറത്ത് തന്നെ നിർത്തി. അവൻ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അവൻ്റെ കല്യാണം കഴിഞ്ഞെന്ന്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല അങ്ങളെ. പിന്നെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് സാക്ഷിയായിട്ട് ഒപ്പിടേണ്ടി വന്നു അങ്ങളെ. അത് ഞാൻ വിചാരിച്ചത് അവരെൻ്റെ കൂടെ വീട്ടിലേക്ക് വന്ന് എല്ലാം സോൾവ് ആക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തത്. അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങളെ എന്ന് തുറന്നടിച്ച് പറയുകയാണ് നമ്മുടെ രേവതി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളാണെങ്കിൽ ആഹാ, അങ്ങനെയാണല്ലോ സംഭവിച്ചത്. അയ്യോ, എന്നിട്ട് എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തിയല്ല മോളെ. നിന്നിപ്പോൾ എല്ലാവരും തെറ്റുകാരിയായിട്ടാണല്ലോ ചേച്ചിരിക്കുന്നത്. ഞാൻ സച്ചിയോടെ നിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് ചൂടായി കയറി. നിന്നെ കാണുന്നത് പോലും സച്ചിക്ക് ഇഷ്ടമല്ല. സച്ചിക്ക് നിന്നെ വെറുപ്പാണ്. നിന്നോട് ഭയങ്കര അരിശമാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഞങ്ങളെ ദയവ് ചെയ്ത് ഞാൻ അച്ഛനൊന്ന് കണ്ടോട്ടെ, കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പൊയ്ക്കോളാം മോളെ. അത് പിന്നെ എന്തിനാ അങ്കിളെ, എൻ്റെ ഈ ഒരു അപേക്ഷ കേൾക്കണം അങ്കിളെ. എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. അച്ഛനെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പോയിക്കോളാം. ഒരു പ്രശ്നത്തിന് ഞാൻ നിൽക്കില്ല അങ്കിളെ, കണ്ടോട്ടെ അങ്കിളെ. അപ്പോൾ നമ്മുടെ ഈ അങ്കിള് പറയുകയാണ്, ശരി എങ്കിൽ പോയി പെട്ടെന്ന് കാണാം. പക്ഷേ ആരെങ്കിലും വരാൻ നേരത്ത് ഞാൻ ഉടനെ മോളെ വിളിക്കും. പെട്ടെന്ന് തന്നെ ഇറങ്ങി പൊയ്ക്കോളാം. അല്ലെങ്കിൽ എനിക്കാണത് പ്രശ്നം ഉണ്ടാവുന്നത്. ഇല്ല, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി പൊയ്ക്കോളാം അങ്കിളെ. ശരി ആയിക്കോട്ടെ, എങ്കിൽ പിന്നെ പെട്ടെന്ന് പോയി കാണാനായിട്ട് നോക്ക്. ഞാൻ ഇവിടെ പുറത്തിരുന്നോളാം. ശരി അങ്കിളെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി നേരെ ആ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഈ ചേട്ടനാണെങ്കിൽ, ഈ അങ്കിൾക്കാണെങ്കിൽ ഭയങ്കര പേടി. അങ്ങനെ രേവതി നേരെ രവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. രവിയുടെ അടുത്ത് ചെന്നപ്പോഴേ രവിയുടെ ആ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ, രേവതിയുടെ കയ്യിൽ ആ ഒരു ചരടുണ്ട്. ആ ചരട് എങ്ങനെയെങ്കിലും രവിയുടെ കയ്യിലേക്ക് കെട്ടിക്കൊടുക്കണം. അതാണ് രേവതിയുടെ ഒറ്റ ലക്ഷ്യം. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഒരു ചരട് രവിയുടെ കയ്യിലേക്ക് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ വരുന്നു നമ്മുടെ അതായത് ചന്ദ്രയും ശ്രുതിയും അതേപോലെ തന്നെ സുധിയും കൂടി വരികയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, എടാ അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലേ? ഇല്ലെന്നേ, ഒരു കുഴപ്പമില്ലമ്മേ. അച്ഛനിപ്പോൾ ഇനി പണ്ടത്തെക്കാൾ ഉഷാറാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇനി ഒരു കാരണവശാലും സങ്കടപ്പെടേണ്ട. അമ്മയ്ക്ക് അച്ഛനെ കാണണ്ടേ? കാണോടാ, എനിക്ക് കാണാം. അപ്പോൾ ഇവരിവിടെ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ ഈ അങ്കിള് കാണുകയാണ്. അങ്കിള് ചന്ദ്രയെ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടിച്ചു പോയി. പെട്ടെന്ന് തന്നെ രേവതിയെ വിളിക്കുകയാണ്. അപ്പോൾ രേവതി ചരടൊക്കെ കെട്ടിക്കഴിഞ്ഞു. രവിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ രേവതിയുടെ ഫോണിലേക്ക് ഈ അങ്കിളുടെ കോൾ കഴിഞ്ഞപ്പോഴേക്കും എന്താ അങ്കിളെ? മോളെ, നിൻ്റെ അമ്മായിയമ്മ വന്നിട്ടുണ്ട്, പെട്ടെന്ന് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ പ്രശ്നമാകേ. നിൻ്റെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സീൻ മാറും. അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിക്കോ. ശരി അങ്കിളെ, ഞാൻ പെട്ടെന്ന് ഇറങ്ങിക്കോളാം പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഈ രവിയുടെ കൈ പുതപ്പിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുകയാണ്. എന്നിട്ട് രേവതി അവിടെ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ സമയം തന്നെ ശ്രുതിയോട് പറയാണ്, അതെ മരുന്ന് മേടിക്കാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ പേഴ്സ് എടുത്തില്ലായിരുന്നു. ശ്രുതി, നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒന്ന് തരാവോ? അയ്യോ, ഞാനും പേഴ്സ് എടുത്തില്ലല്ലോ. സാരമില്ല, ഗൂഗിൾ പേ ചെയ്യാം. എന്നായാലും അതായാലും മതി, അതായാലും കുഴപ്പമൊന്നുമില്ല. ശരി, പെട്ടെന്ന് ചെയ്യാം. അമ്മേ, ഒരു കുഴപ്പമില്ല കേട്ടോ അമ്മേ. അമ്മ ഇനി അച്ഛനെ പോയി കാണണ്ടേ? പോയി കണ്ടോളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ചന്ദ്രയും ഇവരും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതി നോക്കുമ്പോൾ ഈ അങ്കിള് പുറത്ത് നിൽക്കുകയാണ്. അങ്കിളെ, എന്താ അങ്കിളെ ഇത്? അങ്കിള് പുറത്ത് നിൽക്കുകയാണോ? അങ്കിളോട് പറഞ്ഞല്ലേ അച്ഛനടുത്ത് നിന്ന് ഇറങ്ങാൻ പാടെന്ന്? എന്നിട്ടോ? അയ്യോ മോനെ, അതെനിക്കൊരു കോള് വന്നു, അതുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങിയതാണ്. 1 മിനിറ്റ് പോലും ആയില്ല. നിങ്ങൾ അകത്തേക്ക് ചെല്ല്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്തിനു ടെൻഷൻ അടിക്കുന്നത്? ചെല്ല്. അങ്ങനെ ശ്രുതി മരുന്ന് മേടിക്കാനായിട്ട് പോവുകയാണ്. ചന്ദ്രയും അതേപോലെ തന്നെ
ശ്രുതിയും കൂടി നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് കയറി ചെന്നപ്പോഴേക്കും ഈ അച്ഛൻ്റെ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ സമയം തന്നെ രേവതി പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. അങ്കിൾക്കാണെങ്കിൽ ആകെ പേടി. അപ്പം അങ്കിളുടെ അടുത്തേക്ക് ഈ രേവതി ഓടി ചെന്നിട്ട്, അങ്കിളെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അങ്കിളെ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ദേ ഏതായാലും എനിക്ക് അച്ഛനെ കാണാനായിട്ട് പറ്റി, ഒരുപാട് സന്തോഷമായി അങ്കിളെ. മോളെ ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടാ, പെട്ടെന്ന് പോകാനായിട്ട് നോക്ക്, ഞാൻ പൊയ്ക്കോളാം അങ്കിളെ, ഇനി ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല, ഞാൻ പൊയ്ക്കോളാം, എനിക്ക് അച്ഛനെ കണ്ടല്ലോ, അച്ഛനെ കണ്ടതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ടെന്നും പറയുകയാണ്. അങ്ങനെ ചന്ദ്ര രവിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. രവി ഒന്ന് തലോടുകയാണ്. തലോടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ പഴയ ഓർമ്മകളെല്ലാം ചന്ദ്രയുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി വരികയാണ്. ദൈവമേ, എൻ്റെ ചേട്ടൻ ഇങ്ങനൊരു അവസ്ഥയായി പോയല്ലോ എന്നൊക്കെ ചിന്തിച്ച് വളരെയേറെ ദുഃഖിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ്. അപ്പോൾ ശ്രീകാന്തിനെ കാണാൻ സമ്മതിച്ചില്ലല്ലോ. അച്ഛനൊരു നോക്ക് കാണണമെന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചിയും ബാക്കിയുള്ളവരെല്ലാവരും കൂടി ശ്രീകാന്തിനെ അടിച്ചോടിച്ചു. അപ്പോൾ ആ ഒരു കാര്യമാണ് ശ്രീകാന്ത് അവിടെ ആലോചിക്കുന്നത്. സച്ചിയോട് തനിക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞപ്പോഴും സച്ചി അവിടെ നിന്ന് അടിച്ചോടിച്ചതില്ല, എനിക്ക് എൻ്റെ അച്ഛനെ കണ്ടിട്ട് ഞാൻ പോകുള്ളൂ. അപ്പോൾ ചന്ദ്ര വന്ന് മുന്നിൽ കയറിയിട്ട്, നീ വേണ്ട, നീ അദ്ദേഹത്തെ കാണണ്ട, നീ എന്നുള്ളൊരു മകൻ അദ്ദേഹത്തിനില്ല, കടന്നു പോടാ പുറത്ത്, അച്ഛനെ കാണാനായിട്ട് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ കാര്യവും അവിടെ നമ്മുടെ ശ്രീകാന്ത് വളരെയേറെ ദുഃഖത്തോടു കൂടി തന്നെ ആലോചിക്കുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.